നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ദേവരുടെ ഗ്രാമപ്രദക്ഷിണം തുടരുന്നു. ചരിത്രപ്രസിദ്ധമായ ചാലുകുത്തൽ ചടങ്ങ് വെള്ളിയാഴ്ച. ലെല്ല പബ്ലിക്കേഷൻസിന്റെ 3ാമത് വാർഷികാഘോഷ ചടങ്ങുകൾ ശനിയാഴ്ച. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി പെരിഞ്ഞനത്ത് ബഹുജന വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിൽ ചരിത്രപ്രസിദ്ധമായ ചാലുകുത്തൽ വെള്ളിയാഴ്ച. തേവരുടെ ചടങ്ങുകൾ മനപ്പാടമാക്കിയ ദേവസ്വം ബലരാമനാണ് ചാലുകുത്താൻ ഇത്തവണയും എത്തുന്നത്. വെള്ളിയാഴ്ച പകൽ പൈനൂർ പാടത്താണ് ചാലുകുത്തൽ. കൃഷിയിറക്കുന്നതിന് തന്റെ പ്രജകൾക്ക് അനുമതി നൽകുന്നതിനാണ് തേവർ എത്തുന്നത്. വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുപ്പും കോതകുളം ആറാട്ടും കഴിഞ്ഞാണ് ചാലുകുത്തലിന് എത്തുക. ചടങ്ങ് നടത്തുന്നതിനായി മാറ്റിവെച്ച 1 സെന്റ് സ്ഥലത്ത് അവകാശികളായ കണ്ണാത്ത തറവാട്ടുകാരുടെ പറയെടുപ്പും കഴിഞ്ഞാണ് ചടങ്ങ്. തിടമ്പ് സഹിതം കൊമ്പ് മണ്ണിൽ താഴ്ത്തിയാണ് മണ്ണെടുപ്പ്. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കും. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. വ്യാഴാഴ്ച രാവിലെ കാട്ടൂർ പൂരം കഴിഞ്ഞെത്തിയ തേവർ കുറുപ്പിന്റെ ഇല്ലത്തെത്തി പറനിറച്ചു. പറനിറയ്ക്കാനെത്തിയ തേവരെ തൃപ്രയാർ യങ്സ്റ്റേഴ്സ് ക്ലബ് വെടിക്കെട്ടോടുകൂടിയാണ് വരവേറ്റത്. തുടർന്ന് പുത്തൻകുളത്തിൽ ആറാടി ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾക്ക് ശേഷം ബ്ലാഹയിൽ കുളത്തിൽ ആറാടി. തിരിച്ച് ക്ഷേത്രത്തിലെത്തിയ തേവർ വൈകിട്ട് നിയമവെടിക്ക് ശേഷം കുറുക്കൻ കുളത്തിൽ ആറാടി. ആറാട്ടിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിൽ എത്തി. ലെല്ല പബ്ലിക്കേഷൻസിന്റെ 3ാമത് വാർഷികവും പുസ്തക പ്രകാശനവും ശനിയാഴ്ച രാവിലെ 10-ന് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തക പ്രകാശനം ബാപ്പു വലപ്പാട് എഴുതിയ സത്യസാക്ഷി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം അത് അശോകൻ ചെരുവിലാണ് നിർവഹിക്കുന്നത്. കോപ്പി ഏറ്റുവാങ്ങുന്നത് ശ്രീ അരുണൻ മാസ്റ്ററാണ്. പിന്നെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നത് പ്രൊഫസർ TR ഹാരിയാണ്. പിന്നെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പുരസ്കാരം സമർപ്പിക്കുന്നതും നമ്മുടെ ചലച്ചിത്ര സംവിധായകനായ ശ്രീ കമൽ ആണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിന്നെ ആശംസാ പ്രസംഗം നടത്തുന്നൊരു നീണ്ട ലിസ്റ്റ് നിങ്ങൾക്ക് എന്ന പത്രക്കുറിപ്പിലുണ്ട്. ചലച്ചിത്ര സംവിധായകൻ കമൽ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ പുരസ്കാരം നോവലിസ്റ്റ് സുരേന്ദ്രൻ മാങ്ങാട്ടിനും കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും സമർപ്പിക്കും. പെർഫോമൻസ് അവാർഡ് ചലച്ചിത്ര നടൻ സിദ്ധരാജ് നാട്ടികയ്ക്കും ജേർണലിസം അവാർഡ് NB സ്വരാജിനും നൽകും. വത്സൻ പൊക്കാഞ്ചേരിയെയും ഉമ്മർ പഴുവിലിനെയും ചടങ്ങിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനാകും. പ്രൊഫസർ TR ഹാരി വിശിഷ്ട വ്യക്തികളെ പൊന്നാട ചാർത്തി ആദരിക്കും. ലെല്ല പബ്ലിക്കേഷൻസ് പ്രസിദ്ധപ്പെടുത്തുന്ന സത്യസാക്ഷി നാടകകൃതി PSC അംഗം അശോകൻ ചെരുവിൽ പ്രകാശനം ചെയ്യും. PSC അംഗം പ്രൊഫസർ KU അരുണൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ബാപ്പു വലപ്പാട്, ശിവൻ കരാഞ്ചിറ, EM ഷമീർ, അക്ബർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീരാമ പോളിടെക്നിക് കോളേജിലെ ലൈബ്രറി ഓട്ടോമേഷനും NSS യൂണിറ്റിന്റെ യൂണിറ്റ് ലെവൽ അവാർഡ് വിതരണവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നടന്നു. ലൈബ്രറി ഓട്ടോമേഷൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാറും യൂണിറ്റ് ലെവൽ അവാർഡ് വിതരണം NSS ടെക്നിക്കൽ സെൽ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ ജബ്ബാർ അഹമ്മദും നിർവഹിച്ചു. പ്രിൻസിപ്പാൾ VV സദാശിവൻ സർവേ റിപ്പോർട്ട് സമർപ്പണം നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഏറ്റുവാങ്ങി. കാരുണ്യവർഷ 2012 ഫണ്ട് അനിൽ പുളിക്കൻ കൈമാറി. MR ജയചന്ദ്രൻ, ആനി ജെ സെനത്ത്, മായാബെൻ NA, തോമസ് ജോൺ, NN സതീശൻ, KG സുബ്രഹ്മണ്യൻ, അനിത ജ്യോതി, KM ഗോപാലൻ,
കിരൺ NS എന്നിവർ സംസാരിച്ചു. SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ UKG വിദ്യാർത്ഥികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ബഹുമതി പത്രം നൽകുന്ന ചടങ്ങ് തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് C. മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ട്രസ്റ്റ് സെക്രട്ടറി KG അശോകൻ, ശൈലജ B. മേനോൻ, KK ഡെയ്സി, IR രാജൻ, TK രാജീവൻ, VA അശോകൻ, EK സുഷമ, യാമിനി ദിലീപ് എന്നിവർ സംസാരിച്ചു. There are two things we can hope to give our children. One of these is wings and the other roots. So giving wings and roots to our children is our dream. They should fly very high. Sometimes goal setters used to say that sky is the limit for you. And then you cannot fly unless you have strong roots. That your roots rest in the family, mother, father, and others in the family. PACL ഫീൽഡ് വർക്കർമാർക്കെതിരെ നടത്തുന്ന തെറ്റായ വാർത്തകൾക്കെതിരെ ഓൾ കേരള പേൾസ് ഫീൽഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ ശ്രദ്ധ ക്ഷണിക്കൽ സദസ് KPCC സെക്രട്ടറി MR രാമദാസ് ഉദ്ഘാടനം ചെയ്തു. AKPFWA സംസ്ഥാന പ്രസിഡന്റ് IR അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ML ജോയ്, ബേബി തോമസ്, ജോസ് കുറ്റിക്കാടൻ, ഹനീഫ, ഷമീറ സിദ്ദിഖ്, ഷയ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ 7ാം കല്ലിലെ പെട്രോൾ പമ്പിൽ വിതരണം ചെയ്യുന്ന ഡീസലിൽ മായം എന്നാരോപിച്ച് ഓട്ടോ ഡ്രൈവർമാർ പെട്രോൾ പമ്പിന് മുമ്പിൽ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സംഭവമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസും ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പമ്പ് അല്പനേരം അടച്ചിട്ടു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ മൊബൈൽ ലാബ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ പെട്രോളിലും ഡീസലിലും മായമില്ല എന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് പമ്പ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. 17 കൊല്ലം മുമ്പ് നിലവിൽ വന്ന റോഡ് ടാറിങ്ങിനോടടുത്തപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് തെക്കുഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് ആരംഭിക്കുന്ന വിനായക റോഡിനെ ചൊല്ലിയാണ് നാട്ടുകാർക്ക് പരാതി. 1 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ഇപ്പോൾ പണിയുന്നത്. MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവഴിച്ച് സോളിംഗും മതിലകം ബ്ലോക്കിന്റെ 3 ലക്ഷം രൂപ ചെലവഴിച്ച് ടാറിങ്ങുമാണ് നടത്തുക. ഇതിനായി ഒരാഴ്ച മുന്നേ കൂർത്ത കരിങ്കൽ ചീളുകൾ ഇറക്കിയതോടെ വഴിമുട്ടിയതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. കാൽനട പോലും ദുഷ്കരമായ റോഡ് ഉടൻ തന്നെ ടാറിംഗ് നടത്തിയില്ലെങ്കിൽ പഞ്ചായത്തിലെത്തി പ്രതിഷേധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസിന്റെ വാർഡായ 10ാം വാർഡിലാണ് വിനായക റോഡ് ഉള്ളത്. നിർമ്മാണം നടക്കുമ്പോൾ വഴിമുടങ്ങുന്നത് സ്വാഭാവികമാണെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു. ഇനിയൊരു ഇടവേള.